ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് നോട്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓരോ ക്ലാസ്സിലും കാണിക്കുന്ന സ്റ്റിച്ചുകൾ എല്ലാവരും ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ബുള്ളിയൻ നോട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 strands ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ സൂചി താഴ്ന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും സൂചി നമ്മൾ ബാക്ക് സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് സൂചി മുഴുവനായിട്ട് നമ്മൾ വലിച്ചെടുക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ത്രെഡ് കോർക്കുന്ന ഭാഗം അതിൽ ക്ലോത്തിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സൂചി കുത്തിയെടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ത്രെഡ് നമുക്ക് സൂചിയിൽ ചുറ്റി എടുക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ എത്ര ഗ്യാപ്പാണോ നമ്മളവിടെ വിട്ടിട്ടുള്ളത്, അപ്പം അത് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഗ്യാപ്പിനനുസരിച്ചിട്ട് നമുക്ക് എത്ര പ്രാവശ്യം ചുറ്റണം എന്നുള്ളത് ഗ്യാപ്പിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതേപോലെ സൂചി സാവധാനം ഇങ്ങനെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ സ്പീഡിലൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. സാവധാനത്തിൽ നമുക്ക് ആ ത്രെഡ് നമ്മൾ സൂചിയിൽ ചുറ്റി കൊടുത്തിട്ടുള്ള ത്രെഡ് തിരിച്ച് നമ്മൾ ചെറുതായി ലൂസ് ചെയ്തിട്ട് തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ച് കിട്ടുക. അതിനുശേഷം നമ്മൾ ആ ഒരു സൂചി വീണ്ടും സെയിം ഹോളിലേക്ക് തന്നെ കുത്തി കൊടുത്ത് ടൈറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്ത സ്റ്റിച്ചും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സാവധാനത്തിൽ ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കെട്ടുവിടാനൊക്കെ ഉള്ള ചാൻസസ് ഒരുപാടുണ്ട്. അതുപോലെ ഒരുപാട് ലെങ്ത്തിലൊക്കെ ത്രെഡ് എടുക്കുന്ന സമയത്തും കെട്ടുവിടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ത്രെഡ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലെങ്ത്തിൽ ത്രെഡ് എടുക്കണ്ട. ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ആയതിന് ശേഷം മാത്രം ലെങ്ത്തിൽ ത്രെഡ് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് കിട്ടുന്നത്. നമ്മൾ സൂചിയിൽ ത്രെഡ് ചുറ്റിയെടുക്കുന്ന സമയത്തും ഒരുപാട് ടൈറ്റ് ചെയ്ത് ത്രെഡ് ചുറ്റി കൊടുക്കരുത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് ആ ത്രെഡ് നമുക്ക് സൂചിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് വരുന്നത്. ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് റോസൊക്കെ നമ്മൾ ചെയ്ത് ഒരുപാട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. എംബ്രോയ്ഡറി വർക്കിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റിച്ചസും കാര്യങ്ങളും ഫ്ലവേഴ്സും ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാട്ടോ. നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചല്ല. സാവധാനത്തിൽ മാത്രമേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മെല്ലെ സൂചി ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് സൂചി ചെറുതായിട്ടൊന്ന് തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ത്രെഡ് മെല്ലെ കൈകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ തിരിച്ച് വലിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് കിട്ടും. ഈ ഒരു രീതിയിലാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത്. ഞാനൊരു സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നതോടുകൂടി നോക്കാം.
ആദ്യത്തെ 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റിച്ച് നമുക്ക് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പെന്നോണ്ടൊരു മാർക്കിംഗ് കൊടുത്തതാണ്. ഇങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ബുള്ളിയൻ റോസ് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ബുള്ളിയൻ റോസൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ കെട്ടിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. മോട്ടിഫിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 3 സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു 3 ബുള്ളിയൻ റോസ് ചെയ്തെടുക്കുന്നത്.
അങ്ങനെ നമ്മുടെ 3 ഫ്ലവേഴ്സും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റിലെ ഫ്ലവേഴ്സിൻ്റെ ത്രെഡ് കഴിഞ്ഞത് പോയതുകൊണ്ടാണ് വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്ത് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. മഴേൻ്റെ സൗണ്ട് കാരണമാണ് ഞാൻ കൂടുതൽ വോയിസോ കാര്യങ്ങളോ കൊടുക്കാത്തത് കേട്ടോ. നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അതിൽ ലീഫിൽ ഞാൻ ലേസി ഡേയ്സിൻ്റെ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് സൈഡിലുള്ള ലീഫൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്കിതൊന്നും ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബാക്ക് സൈഡ് വെച്ച് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 4 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ റെക്കോർഡിലേക്ക് വെക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. കാരണം ഇതൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചോ കാര്യങ്ങളോ അല്ല. അത്യാവശ്യം നന്നായിട്ട് നിങ്ങളിത് ചെയ്ത് പഠിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങിലൊക്കെ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ റെക്കോർഡിലേക്ക് ചെയ്തിട്ടുള്ള ഒക്കെ ഞാൻ കാണിച്ചുതരാം. ഇതേപോലെയുള്ള ചെറിയ ചെറിയ ബുള്ളിയൻ റോസസാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ നിങ്ങളും ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലുള്ള മോട്ടീവുകൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് തവണ ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു സ്റ്റിച്ചാണെങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ താല്പര്യമുള്ളവരെല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.